കൊന്നിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 20 മലയാളം മാനോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ബാക്കിയുള്ള സീരീസിൻ്റെ ഒക്കെ ബ്രേക്ക് അവസാനിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി പഴയ പോലെയാണ് പോകാൻ പോകുന്നത്. അതായത് വ്യാഴാഴ്ചകളിൽ സോളോ ലെവലിംഗ് റാങ്ക് നടക്കും, വെള്ളിയാഴ്ചകളിൽ വൺ പീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആ 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് ആയിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം കുറച്ച് ദിവസമായി ഈ ഒരു സീരീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ 4 ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ആർതർ തന്റെ സ്റ്റാറ്റിക് വോയിഡ് എന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അവൻ്റെ നേരെ ഓടിയെടുക്കുവാണ്. എന്നിട്ട് നേരെ ചാട്ടി വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അവൻ്റെ കൈ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് നമ്മുടെ ടെസ്സിനെ താഴത്തേക്ക് ഇടുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ വീണ്ടും അവൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് അവൻ ബാക്കിലേക്ക് ഡോഡ് ചെയ്ത് മാറുകയും ചെയ്യും. എന്നിട്ട് തൻ്റെ കൈ റീജനറേറ്റ് ചെയ്തിട്ട് ആർത്തറിൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആർത്തറായിട്ട് നല്ല ദേഷ്യത്തിൽ അത് കൗണ്ടർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന അറ്റാക്ക് ആർത്തർ പെട്ടെന്ന് തന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരറ്റാക്ക് നേരെ ആർത്തൻ്റെ ഭാഗത്ത് നിന്ന് തെറിച്ച് നമ്മുടെ ടെസ്സിൻ്റെ നേരെ ചെല്ലും. പക്ഷേ ആർത്തർ വീണ്ടും സ്റ്റാറ്റിക് ബോഡി യൂസ് ചെയ്ത് പെട്ടെന്ന് അവിടേക്ക് വന്ന് അത് കയറി പിടിച്ച് അത് പൊട്ടിച്ച് കളഞ്ഞ് അവിടെ ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവൻ പതുക്കെ നടന്ന് ആർത്തൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നിടത്ത് ആർത്തർ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒത്തിരി നേരമായി. എന്നിട്ട് അവൻ ഒച്ചത്തിൽ കിടന്ന് കാറാൻ തുടങ്ങി. വ്രൻ, ഇത് നിർത്തിക്കൂടെ? നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ ഒരു മോൺസ്റ്റർ കംപ്ലീറ്റ്ലി പൊടിഞ്ഞു പോയിട്ടുണ്ട്. വ്രന്നാട്ടെ അവിടേക്ക് വരികയും ചെയ്യും. സോ നിനക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലല്ലേ? ഞാനോർത്ത് കുറച്ചുകൂടെ നിന്നിട്ട് പറ്റിക്കാൻ പറ്റുമെന്നാണ്. പിന്നെ അല്ലാതെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വരാനത് ആർക്കാണ് മനസ്സിലാത്തുള്ളത്? പണ്ടാരം, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ല ഇങ്ങനത്തെ ട്രിക്സ് വീഴാനായിട്ട്. ഇത് ട്രിക്സും കോപ്പൊന്നുമല്ല, ഇത് നിനക്ക് വേണ്ടിയുള്ള ആവശ്യമായ ട്രെയിനിങ് തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നിനക്കിത് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും തോന്നിയോ? നീ കുറച്ചുകൂടെ നന്നായിട്ട് എനർജിയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമേ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ആ ഒരു എൽഫ് പ്രിൻസസിനെ രക്ഷിക്കാനായിട്ട് നീ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ ആക്ഷനും നല്ലതായിരുന്നു. പിന്നല്ലാതെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇപ്പോൾ നിന്നത്. അപ്പോൾ റെക്ലെസ്, നീ എനർജി യൂസ് ചെയ്യാറുണ്ട്. അവൾ നിന്റെ മെയ്റ്റ് ആയതുകൊണ്ടാണല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ ഞങ്ങൾ ആശുറാസിന് മെയ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മെയ്റ്റോ? അവൾ മെയ്റ്റ് ഒന്നുമില്ലേ? മെയ്റ്റ് ഒന്നുമില്ലേ? വിസ്റ്റം പറഞ്ഞു വെച്ച് നോക്കാനടുത്ത്, നിന്റെ റിയാക്ഷൻ വെച്ച് നോക്കാനടുത്ത് ഞാനോടത്ത് അവൾ നിന്റെ മെയ്റ്റ് ആയിരിക്കും എന്നാണ്. നീ കൂടുതൽ ഇൻഡോസിലേക്ക് വന്നിട്ടില്ലല്ലേ? ഇൻഡോസിക്ക നീ എന്താണ് ഈ പറയുന്നത്? നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല പറയാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എർത്ത് യൂസ് ചെയ്ത് ഈവൻ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? എനിക്ക് വലിയ തടസ്സമൊന്നും ഇല്ലാതെ ആവശ്യത്തിനേറെയുള്ള സിനോറീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് വാട്ടറിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് എർത്ത് കൊണ്ട് മിമിക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വഴിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അല്ല, നിനക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഫേക്ക് ആണെന്ന്? അത് ആദ്യം തന്നെ ഞാൻ അവളെ കണ്ടതിന് ശേഷം ആ മാനിനെ പറ്റി നന്നായിട്ട് നോക്കി. അത് എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല, എപ്പിയത്തിൽ ടെസ്റ്റ് വരാനുള്ള ചാൻസും പിന്നെ അതേപോലെ തന്നെ ഒരു എനിമി കടന്നു കയറാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മാത്രമാണ് നിന്നത്. പിന്നെ ഇതെന്തായാലും ഒരു ടെസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. നീ അപ്പോൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് വന്നതല്ലേ? നിനക്കിപ്പോൾ 4 എലമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മെയിൻ എലമെൻറ്റ്സ്. അതിനോടൊപ്പം തന്നെ അവരുടെ ഡീവിയനായിട്ടുള്ള എലമെൻറ്റ് ഫോംസും നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിനക്ക് ആവശ്യമായുള്ള നെസസറി കോംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആ ഏതറിൻ്റെ മിസ്റ്ററീസ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആർത്തർ, നീ ശരിക്കും ഒരു ഔട്ട്ലയർ തന്നെയാണ്. ആശ്വാസത്തിന് പോലും നിൻ്റെ അത്ര ടാലൻറ്റും ലക്കും ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, നീ തന്നെ ചിയർ ചെയ്യാൻ പറയുവാണോ? നമ്മൾ അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല. നീ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൈ ഇതല്ലേ? ഇതെന്നാണെന്നറിയാവോ? ഇല്ല, ഇത് മിനറൽ കോറാണ്. ആൽക്കറൈറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ചെറിയൊരു കഷ്ണമാണെങ്കിൽ കൂടിയും ഇത് നിന്നെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്ന ഞാൻ സോഴ്സൊക്കെ ഫോർജ് ആണ് ചെയ്യാറുള്ളതെന്ന്. ആൻഡ് ഈ ഒരു ജെം വെച്ചുകൊണ്ട് എനിക്ക് എന്തുമാത്രം നിൻ്റെ വെപ്പണിനെ ഗ്രോ ചെയ്യണമെന്ന് മനസ്സിലാക്കും. ഗ്രോ ചെയ്യുന്നോ? വെപ്പണൊക്കെ ഗ്രോ ചെയ്യുമോ? അങ്ങനെയല്ല, നിനക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നിൻ്റെ ഓരോ മൊമെൻറ്റ്സും നന്നായിട്ട് പഠിച്ചിട്ട് നിനക്കൊരു വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ എല്ലിലുള്ള പൊട്ടൻഷ്യലെ സർപ്പാസ് ചെയ്തുകൊണ്ട് നിനക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. ഒരു പെർഫെക്റ്റ് വെപ്പൺ നിനക്ക് സ്യൂട്ടബിളായി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് ഇതുകൊണ്ട് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, അപ്പം നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോയെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആവശ്യമാണ് ആർത്തിൻ്റെ കയ്യിലേക്ക് അവൻ കുത്തിക്കയറ്റി. ആ ടൈമിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ഇങ്ങനെയെങ്കിലും കാണിക്കുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് എങ്കിലും തന്നെ കേട്ടോ. കുഴപ്പമില്ല, സിൽവിയുടെ ഫെദറും ഞാൻ എന്തായാലും അക്ലറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവളുടെ ഫെദറും വെച്ചിട്ടുണ്ട് നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ സത്യം വിചാരിച്ചത് നീ എനിക്കൊരു വെപ്പൺ ഉണ്ടാക്കി തരത്തില്ലെന്നാണ്. ഒരു സ്റ്റിക്ക് മാത്രം പോലല്ലോ, അതിലുപരി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ നീ വിട്രൻ ക്ലാൻ്റെ എതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ ഒട്ടും തന്നെ സമയമില്ല. സമയമില്ലെന്നോ?
അല്ല 2-3 വർഷം കൂടെ ഉണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. വിസ്റ്റത്തിന് റീസെന്റ് ഒരു മെസ്സേജ് റിസീവ് ചെയ്തായിരുന്നു ഡിക്കാത്തലിൽ നിന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷേ ഇത് വിസ്റ്റത്തിനും അതേപോലെ ലോർഡ് ഇന്ദ്രത്തിനും ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാനിത് നിന്റെ ഇൻഫോർമേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ആയുള്ള പല കാര്യങ്ങളും സംഭവിക്കും. നീ അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇവിടെ നിൽക്കാനായിട്ട്. നിനക്കൊരു വെപ്പൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമൊന്നുമില്ല. ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 5 വർഷം എടുക്കും. എങ്കിൽ മാത്രമേ അതൊരു വെപ്പണായി മാറാൻ പറ്റുമെന്നൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ നിന്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. അല്ല, അതെനിക്കറിയാം, നമ്മൾ എഡ്ജിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ആർത്തർ, ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഓൾറെഡി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങിയെന്നോ? അല്ല, വിസ്റ്റം പറഞ്ഞത് 2 വർഷം കൊണ്ട് ഉണ്ടെന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നിനക്കറിയാം, യുദ്ധം എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്കിൽ ഞാൻ തിരിച്ചു പോണു. എവിടേക്ക് പോണു? അല്ല, യുദ്ധം തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്നാൽ പോരാ, ഞാനും ഇതിനകത്ത് ഫൈറ്റ് ചെയ്യണ്ടേ. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ തന്റെ കാലം കയറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എന്നിട്ട് നിന്നെടുക്കും ആ സിന്ധിന്റെ കൈ കൊണ്ട് നീ മരിക്കുവോ? അല്ല, ഞാനിവിടെ ട്രെയിൻ ചെയ്തത് നിസാര കാര്യത്തിലൊന്നും അല്ലല്ലോ. എനിക്ക് എന്തായാലും അവന്മാരൊക്കെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. കോപ്പം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സിന്ധി മാത്രമല്ല, ഒരു റിട്ടൈനർ നിന്റെ ഫ്രണ്ടിലേക്ക് വന്നാലും നീ മരിച്ചു പോകും. 1 വർഷം 1 വർഷം നിന്നെ എൻ്റെ കയ്യിലിട്ടതാ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയുള്ള 1 വർഷമാണ് ഞാൻ ചോദിക്കുന്നത്. ഡിക്കാ തന്നെ പറ്റുന്ന ഒരു ചാൻസ് തന്നെ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. ആർത്തന്നെ ഒട്ടും സമ്മതമില്ലാഞ്ഞിട്ട് കൂടി അവനട്ടെ അത് അംഗീകരിക്കുന്നുണ്ട്. എന്നെ കാണിക്കുന്നത് നമ്മുടെ ഡിക്കത്തല്ലേ ആ ഒരു ക്യാസിലാണ്. പിന്നെ കാണിക്കുന്നത് വിറിയനാണ്. അവൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ പോകാൻ സമയമായിട്ടില്ല. നിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ശരി തന്നെയാണ്. നിന്നെ ഇപ്പം അവിടേക്ക് കൊണ്ടുവന്ന് ഒരു ഹ്യൂജ് അല്ല റിസ്ക് ആണ്. ആ റിസ്ക് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അൺനെസസറിയുള്ള കാര്യമാണ് നിന്നെ അവിടേക്ക് കൊണ്ടുവന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം ഒരു യുദ്ധത്തിന്റെ റിസ്ക് എന്താണെന്ന്. പക്ഷേ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്നെ അവിടേക്ക് അയക്കാത്തത് അതാണ് എനിക്ക് മനസ്സിലാത്തത്. നീ എന്തായാലും റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അവളാട്ടെ ദേഷ്യം പറഞ്ഞിട്ട് ഞാനൊന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, കോപ്പ് ഞാൻ ചെയ്യുന്നത് ശരി തന്നെയല്ലേ? പിന്നെ അല്ലാതെ നിനക്കറിയാവുന്ന കാര്യമാണ് തന്നെ എന്തുമാത്രം പ്രിയപ്പെട്ടാണ് നിന്റെ കൊച്ചുമോളെന്ന്. അല്ല, അതെനിക്കറിയാം. ആർത്തർ ആശ്വാസനായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളെ ബാറ്റിൽ ഫീൽഡിലേക്ക് വിടുന്നത് അത് നല്ലൊരു ജഡ്ജ്മെന്റ് ആണോ? പിന്നെ കാണിക്കുന്നത് അവൾ മുന്നിലേക്ക് നടക്കുന്നതാണ്. അവളായിട്ട് ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ആ ഡോർസ് തുറന്നു തരൂ. എന്നോട് ക്ഷമിക്കണം പ്രിൻസസ്, പക്ഷേ അത് സാധ്യമാകുന്നതല്ല. കമാൻഡർ വിറിയന്റെയും അതേപോലെ ലോർഡ് അൽറിയന്റെയും തീരുമാനമില്ലാതെ ഞങ്ങൾക്ക് ഇതൊരിക്കലും തുറക്കാൻ സാധിക്കുന്നതല്ല. അപ്പോഴാണ് അവൾ പറയുന്നത്, ആ ഡോർ തുറന്നോളൂ, ഞാനെന്തായാലും അവളുടെ കൂടെ തന്നെയുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ വെറിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരത് തുറക്കുകയും ചെയ്യും. അവരായിട്ട് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവൾ പറയുകയും ചെയ്യും, താങ്ക്സ്. അങ്ങനെ അവരായിട്ട് നടന്നു പോകുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ചോദിക്കുകയും ചെയ്യും, ജനറൽ വെറി, പ്രിൻസസ് ടെസിയ, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ പറയുന്നുണ്ട്, എറ്റിസൺ സിറ്റി. പിന്നെ കാണിക്കുന്നത് അവർ ആ ഗേറ്റിലേക്ക് കടക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ അവർ പറഞ്ഞു ചെയ്യും, പിന്നെ ഈ ഔട്ട്സൈഡിലുള്ള അറ്റാക്കൊക്കെ കൂടിയുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ കാർഡ് നിങ്ങൾ എന്തായാലും കയ്യിൽ വെച്ചേക്കണം. ആ ടൈമിൽ തന്നെ പറയും ചെയ്യും, അല്ല വെറി, നീ എൻ്റെ കൂടെ വരാൻ പോകുവാണോ? എന്തായാലും എനിക്ക് പ്രിൻസസ് ക്യാതിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ഒരു ബ്രേക്കാണ്, സോ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് പോകുവാണ്. ഈ എറ്റിസൺ സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സിറ്റിയാണ്. അതായത് ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിലുള്ള ബീസ്റ്റ് ഗ്ലൈഡേഴ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആൾ പറയുകയും ചെയ്യും, നിന്റെ സോഡ് ഫുൾ ടൈം റെഡി ആയിട്ട് വയ്ക്കണം. അല്ല, ഈ സിറ്റി സേഫ് അല്ലേ? നമ്മൾ ഏറ്റവും ഫർദസ്റ്റ് പോയിന്റിലല്ലേ ഉള്ളത്? അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു വേസ്റ്റ് കേസ് സിനോറിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ അവരുടെ പതുക്കെ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, അല്ല കാത്തലിനും ഗ്ലേഡിയർ സിബ്ലിങ്സ് അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രോഗ്രസ് അത് കുറച്ച് കുറവാണ്. ബീസ്റ്റ് ടൈമർ ആണെങ്കിൽ കൂടി അവൻ നന്നിട്ട് ടൈമൊക്കെ ആവശ്യമുണ്ട്. പ്രിൻസസ് കാതലിൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അവൾക്ക് ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം സ്ട്രോങ്ങറായി മാറാൻ സാധിക്കും. ഈ ടൈമിൽ തന്നെ ലേഡി വെറി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ പല സമയത്ത് ഞാൻ ഞെട്ടാറുണ്ട്. ആർത്തറിന് നിങ്ങളുടെയൊക്കെ പ്രായം മാത്രമേ ഉള്ളല്ലോ, പക്ഷെ അവൻ എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഇനി അവൻ ആശ്വാസന ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന നേരത്ത് ഇവിടേക്ക് അവൻ ഇന്നും മാത്രം സ്ട്രോങ്ങറായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒരു ആർമിന് തന്നെ അവന് ഒറ്റക്ക് നേരിടാൻ സാധിക്കുമായിരിക്കും. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ അലക്രയുടെ ആർമി ഇവിടേക്ക് വരുമെന്ന്? രാൻബ പറഞ്ഞത് ഇവിടുന്ന് വെസ്റ്റിലേക്കാണ് ഈ സ്ഥലമെന്നാണ്. സോ നമ്മുടെ ഈ സിറ്റി അല്ലേ അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്? അത് ശരിയാണ്, പക്ഷേ അലക്രയുടെ ആർമിക്ക് ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് കറന്റ്ലി നമ്മളിവിടെ സേഫാണ്. അങ്ങനെ അവർ പതുക്കെ വീണ്ടും മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആരൊരാൾ നേരെ ഒന്ന് പ്രിൻസസിനെ മേത്തൊന്ന് ഇടിക്കുമായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ടെസ്സാട്ടെ തന്നെ സോഡ് യൂസ് ചെയ്ത് അവളെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അത് നമ്മുടെ എമിലി ആയിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ എമിലി ചാടി ടെസ്സിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എമിലി ആ ടൈമിൽ തന്നെ ജനൽ വേറിക്കും അവൾ ഹായ് പറയുന്നുണ്ട്. എടി എന്നോട് ക്ഷമിക്ക്, ഞാൻ ഓർത്തില്ല നീയായിരിക്കുമെന്ന്. എൻ്റെ ബോഡി തന്നെ റിയാക്ട് ചെയ്തതാണ്. അങ്ങനെ പറയില്ലേ, ഞാനല്ലേ വന്ന് ഇടിച്ചത്. അത് മാത്രമല്ല എൻ്റെ ഈ കണ്ണാടി കൊണ്ട് എനിക്ക് നന്നായിട്ട് കാണാൻ സാധിച്ചില്ല. എന്തായാലും പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല, ഞാൻ പോകുവാണ് കേട്ടോ. അല്ല എന്തു പറ്റി?
എന്നോട് പറഞ്ഞത് മാസ്റ്റർ ഗിഡിയോൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന്. അത് മാത്രമല്ല ഒരു ലാൻസും വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, അല്ല എങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ വന്നോട്ടെ, ഞങ്ങളുടെ കൂടെ ഒരു ലാൻസ് ഉണ്ടല്ലോ. അങ്ങനെ അവർ ഒരുമിച്ച് മുന്നിലേക്ക് നടക്കുവാണ്. ഈ ടൈം പെട്ടെന്ന് നടക്കിയ സ്റ്റേജ് ചോദിക്കുന്നുണ്ട്, അല്ല പ്രൊഫസർ ഗിഡിയൻ എന്ത് ചെയ്യുന്നു? അത് മാത്രമല്ല നിന്നെ ഇപ്പോൾ കാസിലേക്ക് കാണാൻ സാധിക്കത്തില്ല. ഓ പ്രൊഫസർ അങ്ങനെയൊന്നും വിളിക്കല്ലേ, എൻ്റെ മാസ്റ്ററിനെ അങ്ങനെയൊന്നും വിളിക്കാൻ പോലും പറ്റത്തില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും നല്ലൊരു ടീച്ചറിനെ കണ്ടെത്തി നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പുള്ളിക്കാരൻ ആകെപ്പാട്ട് സത്യം പറഞ്ഞാൽ ഒരു വട്ടാണ്, ഒരു യൂസ്ലെസ് ജങ്കാണ്. അല്ല പ്രിൻസസ് എന്ത് ചെയ്യുന്നു? പ്രിൻസസ്സോ? നിനക്കറിയാലോ എനിക്കത് വിളിക്കാൻ അത്ര ഇഷ്ടമല്ലെന്ന്. അത് മാത്രമല്ല ഞാൻ ഫുൾ ടൈം ആ ക്യാസിൻ്റെ അകത്ത് കിടന്ന് സഫോക്കേറ്റ് ചെയ്യുവാണ്. ഞാൻ കേട്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇച്ചിരി പ്രശ്നമാണെന്ന്. നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഏകദേശം സെയിം ആണ് തോന്നുന്നില്ലേ? നീ അവിടെ പെട്ട് കിടക്കുന്നത്, ഞാൻ ഇവിടെ പെട്ട് കിടക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരേപോലെ ഇന്ന് വലുതാകുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ കമാൻഡർ ഉരുണ്ടൊക്കെ നീ അത്ര റഫ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ഇത് നിസ്സാര കാര്യമൊന്നുമില്ല. സൈറസ് അക്കാഡമിയിലെ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് നിന്റെ പാരൻസ് എന്തുമാത്രം പേടിച്ചെന്ന് എനിക്ക് നന്നായിട്ട് കേട്ടിരുന്നു. എനിക്കറിയാം പാസ്റ്റിൽ കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും സ്ട്രോങ്ങറായി മാറി. അത് ഗ്രാൻഡ് ഫാദറിന് മനസ്സിലാവുന്നുമില്ല. അല്ല ആർത്തന്നെ പറ്റി എന്തെങ്കിലും ന്യൂസ്? ഒന്നുമില്ല, പുള്ളിക്കാരൻ പറഞ്ഞത് അവനിതെല്ലാം ട്രെയിൻ ചെയ്യുന്നു, അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. ആ ടൈമിലാണ് അവൾ ചോദിക്കുന്നത്, അല്ല എലീജിനെ പറ്റി? എലീജ അവനെപ്പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. എനിക്ക് ആ പാടറിയാവുന്നത് അവനെന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നാണ്. അത് കഴിഞ്ഞ് അവൻ ക്യാപ്ചർ ചെയ്ത് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ അവരാട്ടെ ആ റൂം പോയി തുറക്കുന്നുണ്ട്. അതിൻ്റെ അകത്താട്ടെ ഭയങ്കര വലിയ സ്പേസ് ആയിരുന്നു, കാണുന്ന പോലെയല്ല. അത് മാത്രമല്ല ഭയങ്കര ഒരു നാറ്റമുണ്ട്. അല്ല ഇതെന്താണ്? നാറ്റൊന്നുമല്ല, ഇവിടെ കുറേ ഡിഫറൻസ് അല്ല മിനറൽസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ റിഫൈൻ ചെയ്ത് വരുന്ന ഇതാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ടൈമിൽ തന്നെ അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. നീയൊക്കെ ഇത് എന്ത് ചെയ്യുവാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. ഒരുത്തനാട്ടെ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സൗണ്ട് എൻ്റെ മാസ്റ്ററിൻ്റെ വോയിസ് തന്നെയാണ്. ഈ ടൈമിൽ അവർ വരുന്ന കാണാത്ത ഒരുത്തൻ പറയുന്നുണ്ട്, പ്രിൻസസ് ജനറൽ ആൻഡ് മിസ് എമിലി എന്തായാലും ഇവിടേക്ക് വാ, മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാസ്റ്റർ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ലെന്ന് പറയാനത് പെട്ടെന്ന് ഗിഡിയൻ അവിടേക്ക് വന്ന് അവളുണ്ടെന്ന ആ പേപ്പറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പലതും വായിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയും ചെയ്യും, കോപ്പ് ഇത് പ്രശ്നമായല്ലോ. ആ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, ജനറൽ ഞാൻ എന്തായാലും കൗൺസിലിനടുക്കെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. എന്തായാലും താങ്കൾ എവിടേക്ക് വന്നതുകൊണ്ട് താങ്കൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ? അതെന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അല്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റിലേക്കായിരിക്കും പോകുന്നത്, നോർത്തേൺ ബോർഡർ ബീസ്റ്റ് ഗ്ലേഡേഴ്സിൻ്റെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും ആ ഒരു യാത്ര പോകുന്നതാണ്. ഈ സമയത്ത് തന്നെ പ്രൊഫസർ എന്തുകൊണ്ടാണ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ആ ടൈമിൽ തന്നെ ഗിഡിയൻ പറയുന്നുണ്ട്, എല്ലാവരും കുറച്ച് സൂക്ഷിച്ച് വേണം ഇരിക്കാനായിട്ട്. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്തിയപ്പോഴാണ് അവൾ പറയുന്നത്, അല്ല അത് നമ്മുടെ ഡിക്കേത്തിയസ് അല്ലേ? അതായത് പണ്ട് ആർത്തർ കൊടുത്ത ആ ഒരു ഐഡിയ വെച്ച് ഗിഡിയൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷിപ്പില്ലേ, അതിൻ്റെ പേരാണ് ഈ ഡിക്കേത്തിയസ്. അങ്ങനെ അവർ മുന്നിലേക്ക് നടന്നു. പക്ഷേ അതാട്ടെ ആകെപ്പാട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് നിന്നത്. അല്ല ഇത് നമ്മുടെ ഡിക്കേത്തിയസ് അല്ലേ? അതിലും മോശമാണെന്ന് വേണം പറയാനായിട്ട്. അതിലും മോശമോ? എന്താണ് പറയുന്നത്? ഇവൻ എപ്പോഴെങ്കിലും നമ്മുടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവരാട്ടെ അതിലേക്ക് കയറിയിട്ടുണ്ട്. അല്ല ഇത് കണ്ടിട്ട് എന്തോ ഒന്ന് കടിച്ച് പൊട്ടിച്ച പോലെ ഉണ്ടല്ലോ. അത് മാത്രമല്ല എന്തോ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത പോലെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ജീവൻ്റെ അംശവും കാണാൻ സാധിക്കുന്നില്ല. പ്രിക്കോഷൻസിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ആ സ്ഥലം മുഴുവൻ അവൻ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റർലി ഡിഫറൻ്റ് ആയിരുന്നു. ഇത് ശരിക്കും ഡിക്കേത്തിയസ് തന്നെയാണോ, അല്ലെങ്കിൽ പിന്നെ ഇതെന്തുവാണ്? അത് മാത്രമല്ല ഗിഡിയോൺ അല്ലാതെ ആർക്കാണ് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയത്? ഇതെങ്ങനെയാണ് ഈ കടലിൽ വന്നത്? അല്ല ഇവിടെയുള്ള ആൾക്കാർ വേറെ എന്തു പറയുന്നു? ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡിസ്ട്രോയ്ഡ് ആണ്. അത് മാത്രമല്ല ആരോ വന്ന് ഇതിൻ്റെ അതുള്ള എല്ലാം തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു ക്ലൂ പോലും നമുക്ക് കിട്ടത്തില്ല ഒറിജിനെ പറ്റി. അല്ല അപ്പോൾ പിന്നെ മാസ്റ്ററിൻ്റെ പ്ലാൻസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടോ? അതും ചിലപ്പോൾ പോസിബിൾ ആയിരിക്കുമല്ലോ, കാര്യം റൈവൽസിൻ്റെ കാര്യമല്ലേ. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാര്യം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വരെ ഈ ഷിപ്പ് കംപ്ലീറ്റ്ലി കടലിനടി സമ്മർജായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇതിങ്ങനെയായത്. കുറച്ച് അഡ്വഞ്ചേഴ്സാണ് ഇത് കണ്ടെത്തിയത്, അവരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതും. അല്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരോ അവരൊക്കെ മുങ്ങി ചത്ത് കാണുമോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ആരെങ്കിലും രക്ഷപ്പെട്ട് കാണുമല്ലോ. പക്ഷേ ഇവിടെ റിമൈൻസ് ഇല്ല, എവിഡൻസ് ഇല്ല, ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ആ ക്രൂ എന്തായാലും ഒറ്റക്കല്ലായിരുന്നു. അവരെ സഹായിക്കാനും പുറത്തുനിന്ന് അല്ലെങ്കിൽ അകത്തുനിന്ന് ആരോ ഒരാളുണ്ടായിരുന്നു. ഞാൻ ആ റിപ്പോർട്ട്സൊക്കെ റീഡ് ചെയ്തതിന് ശേഷം എനിക്ക് ആകെപ്പാട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ ഗസ് തെറ്റാകണമെന്ന്. നമ്മുടെ ഡിക്കേത്തിയസുമായിട്ട് പോയിരുന്ന ആ ഒരു ക്രൂ ഉണ്ടല്ലോ, അവരുടെ ഒറിജിനൽ ക്രൂ, അവരെന്തായാലും തിരിച്ച് സേഫായിട്ട് തന്നെ വന്നിരുന്നു. പക്ഷേ ഈ ഷിപ്പ് എക്സാമിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഡിക്കാത്തിയസ് അല്ല. അത് മാത്രമല്ല ഇത് ഡിക്കാത്തിയനിൽ ക്രിയേറ്റ് ചെയ്തതുമല്ല. മാസ്റ്റർ താങ്കൾ എന്താണ് പറയുന്നത്? ഞാനീ പറഞ്ഞു വരുന്നത് ഈ യുദ്ധത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുവാണ്.
അല്ല യുദ്ധമായിട്ട് ഇതിനെന്താ ബന്ധമുള്ളത്? ആ ടൈം പുള്ളിക്കാരൻ പറയുകയും ചെയ്യും ആലക്രയിലും ഇതേപോലത്തെ ഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ കേപ്പബിളായുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല ഇതിന്റെ സഹായത്തോടു കൂടി അവർക്ക് ഈ കടലിൽ നിസ്സാരമായി തന്നെ ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കിങ് ഗ്ലേഡിയറിനാണ്. അവൻ പറയുന്നുണ്ട്, അല്ല നീ എന്താണ് പറയുന്നത്, നീ ഉറപ്പാണ്? അതെ യുവർ മാജസ്റ്റി, ഞാൻ ആ ഷിപ്പ് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ഷിപ്പ് ഉറപ്പായിട്ടും ആലക്രയിൽ നിന്നുള്ളതാണ്. അത് മാത്രമല്ല അതിന്റെ പാർട്സ് ഒക്കെ കുറച്ചധികം വ്യത്യാസമാണ്. അല്ല അതിനൊക്കെ എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഡിക്കാത്തേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പ്രൈഡ് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ക്രിയേഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ അകത്ത് കൊടുത്തിരുന്നു, സിഗ്നേച്ചർ പോലത്തെയുള്ള മാർക്സും ബാക്കിയുള്ള കാര്യങ്ങളും. എന്നാൽ ഈ ഷിപ്പ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കേ അതിൻ്റെ അകത്തില്ല. അത് മാത്രമല്ല അതിൻ്റെ ഫ്രെയിമും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഡിഫറെൻ്റ് അല്ല മെറ്റീരിയൽസ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കോപ്പ് ബലിയൻ ഒന്ന് അടങ്ങി നിൽക്കാനാ നീ എന്താണ് പറയുന്നത്? നീ അവൻ്റെ വാക്കുകൾ കേട്ടല്ലേ? നമ്മളിനി എന്ത് ചെയ്യും? അവർക്ക് ഇതേപോലത്തെ ഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നതായിരിക്കും. നമുക്കിത് എങ്ങനെ തടയാൻ സാധിക്കും? അവർ 100 കണക്കിന് അല്ല ലക്ഷക്കണക്കിന് സോൾജേഴ്സിലായിരിക്കും ഇതിൻ്റെ അകത്തൂടെ അവരിങ്ങോട്ട് അയക്കാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ എങ്ങനെ തടയും? ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വേറി നിനക്കിതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? എനിക്ക് കിട്ടിയ നോളജ് വെച്ച് നോക്കാനകത്ത് അതെന്തായാലും ഡിക്കറ്റേഴ്സ് അല്ല, അത് ഞാൻ ഉറപ്പായിരുന്നു. അത് മാത്രമല്ല ആ ഷിപ്പ് അത് എവിടെ നിന്നുള്ള എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടില്ല, അസംഷൻ മാത്രമാണ്. അല്ല എങ്കിൽ പിന്നെ ഇതൊരു ട്രാപ്പോ അല്ലെങ്കിൽ ഇതിൽ സ്ട്രാറ്റജി ആണെങ്കിലോ? അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. നമ്മൾ ആ ഷിപ്പ് കണ്ടെത്തി തന്നെ ഒരു മിറാക്കിൾ എന്ന രീതിയിലാണ്. ആ ഷിപ്പ് നമ്മൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ അറിയത്ത് പോലുമില്ല. സോ അടുത്ത ചോദ്യം ഇതാണ്, ഇനി നമ്മൾ ഈ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നു? ആലക്രന്റെ പേരെന്തായിരുന്നു? സിന്ധീന അങ്ങനെ എന്നുണ്ടല്ലേ? അവളുടെ ഇംപ്രഷൻ വെച്ച് നോക്കാനത്ത് അവിടെയുള്ള ആൾക്കാർ ഒരു മാസമുള്ള ആർമി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ബീസ്റ്റ് ഗ്ലേഡിയേഴ്സിൽ കൂടെ വരുമെന്നാണ് അവളും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പം അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി മറ്റു മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കണം. ബീസ്റ്റ് ഗ്ലേഡിയേഴ്സിൽ നിന്നും അതേപോലെ തന്നെ കുറച്ചധികം ട്രൂപ്സ് ഈ സൈഡിലും ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രോസിന്റെ സഹായം കൂടെ വേണ്ടി വരും. കാര്യം ട്രൂപ്സും മെയ്സും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ആൾഡീൻ ഒരു കാര്യം ചെയ്യും, അടുത്ത സമയത്ത് കിങ്ഡം ഓഫ് ഡാർഫിലേക്ക് പോകുന്നിടത്ത് ഞങ്ങൾ നിന്റെ കൂടെ വരാം. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് സംസാരിച്ച് അത് ഒതുക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയാണ്, ഡോസിന്റെ സഹായം നമുക്ക് ഈ യുദ്ധത്തിൽ എങ്ങനെ പോലും ആവശ്യം വരും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വിരിയാനവന്റെ റൂമിലിരിക്കുന്നതാണ്. അലക്രയ്ക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മാർഗം കൂടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ടെസ് എല്ലാവരും അവിടേക്ക് പോയി. ടെസ് എങ്ങനെയാണ് അവിടേക്ക് ചെന്നത്? അത് മാത്രമല്ല ടെസ് പുറത്തേക്ക് പോയ കാര്യം ആലോചിക്കുന്നിടത്ത് തന്നെ എനിക്ക് തല വേനെടുക്കുന്നത്. ആ ടൈമിൽ തന്നെ അവൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാ തങ്ങൾ എന്നെ വിളിച്ചിരുന്നോ? ആ ടെസ് നീ അകത്തേക്ക് വാ, എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരത്തെ പുള്ളിക്കാരൻ ഒരു കാര്യം ഓപ്പൺ ആക്കുന്നുണ്ട്. അതൊരു വിഷ്വൽസ് ആയിരുന്നു, ആ യുദ്ധത്തിന്റെ വിഷ്വൽസ്. ആ യുദ്ധത്തിന്റെ തീവ്രതയിൽ നിന്ന് ആ വിഷ്വൽസ് കാണിച്ചു കൊടുത്തു. കാര്യം അത്രത്തോളം ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ആലക്കയുടെ ആർമി ബാക്കിയുള്ള മേസിനൊക്കെ കൊന്നു തള്ളുന്ന ആ ഒരു ഇത് കാണുന്നിടത്ത് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പേടി വരും. അത്രത്തോളം ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. 100 കണക്കിന് സോൾജേഴ്സാണ് അവിടെ മരിച്ച് വീണുകൊണ്ടിരുന്നത്. ഞാനാണ് അവർ ഓരോരുത്തർക്കും ഓർഡർ കൊടുത്തത് അവിടേക്ക് പോകാനായിട്ട്. എല്ലാവരുടെ മരണത്തിന്റെ ആ ഒരു വേദന എൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട്. ആ ഒരു വെയിറ്റ് ഞാൻ ഒറ്റക്ക് താങ്ങുന്നുണ്ട്. സോ ഈ യുദ്ധം നീ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഞാൻ പല ചോയ്സും ചെയ്യേണ്ടെന്ന് വരെ ആലോചിച്ച് പോകുന്നുണ്ട്. നിന്റെ ഗ്രാൻഡ് ഫാദർ ശരിക്കും സെൽഫിഷാണ്. എടുത്തു പറഞ്ഞാൽ നിന്റെ കാര്യത്തിൽ നിന്നെ സേഫാക്കി നിർത്താനാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ശരിയാണ്, നിന്റെ സ്ട്രെങ്ത് ഈ യുദ്ധത്തിന് വലിയൊരു അസറ്റ് തന്നെയാണ്. ടെസിയ നീ ശരിക്കും ട്രമൻഡസ് ആയുള്ള ഒരു ടാലന്റ് ഉള്ള ഒരു മേജ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. നീ നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട്, നീ നല്ലൊരു ഫോഴ്സ് തന്നെയാണ്. ഈ യുദ്ധത്തിൽ നീ നല്ലൊരു അസറ്റ് തന്നെയാണ്. നീ എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ഡേഞ്ചറസുമാണ് നീ അവിടേക്ക് പോകുന്നത്. ഒരൊറ്റൊരു മിസ്റ്റേക്ക് മതി എല്ലാം തീരാനായിട്ട്. ഒരൊറ്റൊരു മിസ്റ്റേക്ക് മതി ഇവിടെ മരണം സംഭവിക്കാനായിട്ട്. സോ ഞാൻ നിന്നോട് ചോദിക്കുവാണ്, ഇതെല്ലാം കണ്ടതിന് ശേഷം നിനക്ക് ഈ യുദ്ധത്തിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ? അതെ. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവനൊരു സോഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചെയ്യും, അതെങ്കിൽ തെളിയിച്ച് കാണിക്കുകയും. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ആ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, നിനക്ക് ഈ ബാറ്റിലെ റൂൾസ് മനസ്സിലായല്ലോ? അതെ മനസ്സിലായി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ചാടി ടെസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസിയുടെ ഓരോ അറ്റാക്കും അവനായിട്ട് കംപ്ലീറ്റ്ലി ഡോഡ് ചെയ്ത് കളയുവാണ്. കാര്യം അവളുടെ അറ്റാക്ക് അത്രത്തോളം ഷാർപ്പും അത്രത്തോളം പ്രിസൈസും ആയിരുന്നു. എന്നാൽ കൗണ്ട്ലെസ് ആയുള്ള ബാറ്റിലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഓരോന്ന് ഡോഡ് ചെയ്ത് ടെസിയുടെ അടുത്തേക്ക് വന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ടെസിയ അവിടുന്ന് അപ്രത്യക്ഷമായി അവൻ്റെ പുറയിൽ പ്രത്യക്ഷപ്പെട്ട് ബാക്കിൽ കൂടെ ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ അവൻ നേരെ അവളുടെ കയ്യിൽ കയറി പിടിച്ച് എടുത്ത് നേരെ താഴത്തേക്ക് അടിക്കാൻ പോകും. താഴത്ത് വീണു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും പറ്റൂ. പക്ഷെ കറക്റ്റ് സമയത്ത് ആ വെയിൻസ് എല്ലാം അവിടേക്ക് വന്ന് അവളെ പൊക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്ത് ബാക്കിലേക്ക് വിടും. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, നിന്റെ ബീസ്റ്റ് കൺട്രോൾ അതിൽ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുമുണ്ട്. അവനെ വീണ്ടും ആ ഒരു ഫൈറ്റ് മുന്നിലേക്ക് പോയി.
പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവളവിടെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വന്നു. അത് ആ വെയിൻസെല്ലാം അവരെ പൊതിഞ്ഞ് കെട്ടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവൻ ആ പഴയ ഓർമ്മയാണ് പെട്ടെന്ന് പോകുന്നത്. എന്നാൽ അവൻ പോലും പ്രതീക്ഷിക്കാതെ ടെസിയ അത് ഓവർകം ചെയ്തുകൊണ്ട് ആ ഒരു വൈൻസിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ടൈമിൽ തന്നെ 2 സോഡ്സും അവൾ ക്രിയേറ്റ് ചെയ്യും. എന്ന് പറയും ചെയ്യും, ഗ്രാൻഡ് പാ ഒന്ന് സൂക്ഷിച്ചോ, ഞാനിതാ വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വിറയാനോട്ടെ അതെല്ലാം ഒരേപോലെ തന്നെ ബ്ലോക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ 2 വർഷ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകൾ വരാൻ തുടങ്ങി. എന്നാൽ കറക്റ്റ് സമയത്ത് ടെസിയക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയും ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയ അവനാട്ടെ കറക്റ്റ് ടൈമിൽ അവളെ ചവിട്ടി നേരെ താഴത്തേക്കിട്ട് കംപ്ലീറ്റ്ലി അവളെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾ പറയും ചെയ്യും, ഗ്രാൻഡ് പാ ഞാൻ തോറ്റല്ലേ, ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർലി ഒരു അറ്റാക്ക് പോലും തങ്ങളുടെ മേത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ ടൈമിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, യുദ്ധകാലത്തിൽ നീ എന്നെ ഗ്രാൻഡ് പാ എന്നായിരിക്കത്തില്ല, പകരം കമാൻഡർ എന്നായിരിക്കും വിശേഷിപ്പിക്കാൻ പോകുന്നത്. ഇത് കേട്ട് ടെസിയെ ഞെട്ടിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.